ഓക്കെ, ആറാമത്തെ ഫൈലത്തിന്റെ പേരാണ് ഫൈലം 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 അന്നലീഡ. അന്നലീഡയുടെ പ്രത്യേകത എന്താ? അന്നലീഡ നമ്മുടെ എർത്ത് വേംസിന്റെ ഫൈലമാണ് അല്ലെ. എർത്ത് വേംസിന്റെ പ്രത്യേകത എന്താ? അവരുടെ ശരീരം ഇങ്ങനെ സെഗ്മെന്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെഗ്മെന്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് നമ്മൾ മെറ്റാമറിസം എന്ന് പറയുന്നത്. ഓക്കെ, their body surface is distinctly marked out into segments or metameres. സെഗ്മെന്റ്സുകളായിട്ട് ശരീരം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ മെറ്റാമറിസം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇവരെ ഇങ്ങനെ മൂവ് ചെയ്യണത് കണ്ടിട്ടുണ്ടോ? ഞാഞ്ഞള് മൂവ് ചെയ്യണത് കണ്ടിട്ടുണ്ടോ? ഞാഞ്ഞൂള് ആദ്യം ഒരു സെഗ്മെന്റ് വെക്കും, പിന്നെ അടുത്ത സെഗ്മെന്റ് വെക്കും, പിന്നെ അടുത്ത സെഗ്മെന്റ് വെക്കും. അങ്ങനെ ഇഴഞ്ഞിട്ടാണ് അവര് പോണത് അല്ലെ. കാരണം എന്താണെന്നറിയോ? അവരുടെ ശരീരത്തിൽ ഒരു സ്പെഷ്യൽ മസിൽ ഉണ്ട്. ആ മസിലിന്റെ പേരാണ് സീറ്റെ. ഈ സീറ്റെ പറഞ്ഞ മസിൽസ് അവരുടെ ബോഡിയിൽ ഉള്ളത് കാരണം അതൊക്കെ സീറ്റകളാണ്. ഈ സീറ്റെ പറഞ്ഞ മസിൽസ് അവരുടെ ബോഡിയിൽ ഉള്ളത് കാരണം കൊണ്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, so an earthworm moves using alternative waves of muscular contraction and tiny bristle-like structures called setae. അവരുടെ ശരീരം സീറ്റെ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സീറ്റെ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉള്ളത് കാരണം കൊണ്ടാണ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. റൗണ്ട് മസിൽസ് ആണ് അവർക്കുള്ളത്. റൗണ്ട് മസ്കുലാർ മസിൽസ് ആണ്. അപ്പൊ അവർ കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. മസിൽ ചുരുങ്ങും നിവരും. അങ്ങനെയാണ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മള് ഇന്നലെ മെറ്റാമറിസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റയുടെ കാര്യം എന്നാ പറയുന്നത്. സോ സീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ്. ഈ സീറ്റേഴ്സ് ഉള്ളത് കാരണം കൊണ്ടാണ് അവർക്ക് മൂവ്മെന്റ് പോസിബിൾ ആയത്. ഓക്കെ, പിന്നെ എർത്ത് വേംസ് മൊണീഷ്യസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ഒരാൾ തന്നെയാണ്. ഇപ്പൊ എർത്ത് വേമിന് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും അവരുടെ ബോഡിയിൽ ഉണ്ടാകും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും അവരുടെ ബോഡിയിൽ ഉണ്ടാകും. അത് കാരണം കൊണ്ട് എർത്ത് വേം മൊണീഷ്യസ് ആണ്. ഓക്കെ, മൊണീഷ്യസ് അല്ലെങ്കിൽ നമുക്ക് ബൈസെക്ഷുവൽ എന്ന് പറയാം. ബൈസെക്ഷുവൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് ഇന്നലെ നമ്മൾ മെറ്റാമറിസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മക്കളെ, ഇതാണ് നമ്മുടെ നീറിസ്. വെള്ളത്തിലുള്ള ഒരു ജീവിയാണ് നീറിസ്. ഇവർക്ക് നോക്കിയേ, ഇവരുടെ ശരീരത്തിൽ കുറെ ലാറ്ററൽ അപ്പൻഡേജസുകൾ ഉണ്ട്. ലാറ്ററൽ, ശരീരത്തിന് രണ്ട് വശത്തും അപ്പൻഡേജസുകൾ ഉണ്ട്. ഈ അപ്പൻഡേജസുകൾക്ക് വിളിക്കുന്ന പേരാണ് പാരാപോഡിയ. കണ്ട, ഇതും സീറ്റ ഇവർക്കും സീറ്റകളുണ്ട്. ഈ സ്ട്രക്ചേഴ്സിന് വിളിക്കുന്ന പേരാണ് പാരാപോഡിയ. ഓക്കെ, ഈ പാരാപോഡിയയാണ് അവരെ എന്തിനു സഹായിക്കുന്നത്? സ്വിമ്മിങ്ങിന് സഹായിക്കുന്നത്. ഓക്കെ, വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു അന്നലിഡാണ് നമ്മുടെ നീറിസ് പക്ഷെ എന്താണ്? ആണും പെണ്ണും സെപ്പറേറ്റ് ആണ്. ആൺനീറിസുകളുണ്ട്, പെണ്ണീറിസുകളുണ്ട്. ഓക്കെ, അത് കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ നീറിസിനെ ഡൈഷ്യസ് എന്ന് വിളിക്കാം. ഡൈഷ്യസ്. മനസ്സിലായോ മക്കൾക്ക്? മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പൊ മൊണീഷ്യസ് എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് ഡൈഷ്യസ്. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരാളിൽ തന്നെ. നീറിസ് എന്ന് പറയുമ്പോൾ ഡൈഷ്യസ്, ആണും പെണ്ണും സെപ്പറേറ്റ് ആണ്, മനുഷ്യന്മാരെ പോലെ. അത് കാരണം കൊണ്ട് ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെക്ഷൽ എന്ന് പറയാം. യൂണിസെക്ഷൽ, ഒറ്റ സെക്സ് ഓർഗൻ മാത്രമുള്ളതിനെയാണ് നമ്മൾ ഡൈഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കളെ? മനസ്സിലായി. അപ്പൊ ഇവിടുന്ന് എന്താ അറിയോ ചോദിക്കുക? വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു അക്വാട്ടിക് അന്നലിഡിന്റെ പേരെന്ത്? എന്താണ്? നീറിസ് അല്ലേ അക്വാട്ടിക് അന്നലിഡ്. നീറിസിന്റെ എന്ത് സ്ട്രക്ചറാണ് നീന്താൻ സഹായിക്കുന്നത്? പാരാപോഡിയ. ഓക്കെ, എർത്ത് വേമിന്റെ എന്ത് സ്ട്രക്ചറാണ് അവർക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? സീറ്റെ. ഓക്കെ, ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. സീറ്റെ എന്താണ് എർത്ത് വേമിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്? സീറ്റയാണ് കേട്ടാ, സീറ്റെ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചു, ഇന്നലെ നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ്? നമ്മുടെ എർത്ത് വേമിന് കിഡ്നി ഒന്നുമില്ല. കിഡ്നിയുടെ പകരം എന്താ ഉള്ളത്? നെഫ്രീഡിയാണുള്ളത്.
ഓക്കെ, നെഫ്രീഡിയാണ്. നെഫ്രീഡി എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും. ഓക്കെ, എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനുമാണ് നെഫ്രീഡിയെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നെ പിന്നെന്താണ്? ഇവർക്ക് ബ്രെയിൻ ഒന്നുമില്ല, പകരം എന്താണ്? ഒരുപാട് ന്യൂറോൺസുകൾ ചേർന്നിട്ട് ഗാംഗ്ലിയ പറഞ്ഞൊരു സ്ട്രക്ചർ ആണുള്ളത്. ഈ ഗാംഗ്ലിയ ആണ് അവരുടെ ബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എർത്ത് എന്താണ്? ഒരു ചെറിയൊരു ഓർഗാനിസം അല്ലേ. അപ്പൊ അവർക്ക് നമ്മുടെ ബ്രെയിന് പോലെ വലിയ ബ്രെയിൻ ഒന്നുമില്ല. അവരുടെ ന്യൂറൽ സിസ്റ്റത്തിലുള്ളത് പെയ്ഡ് ഗാംഗ്ലിയ ആണ് കേട്ടാ, പെയ്ഡ് ഗാംഗ്ലിയ. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ലീച്ചാണ്. ലീച്ചും എന്താ? മൊണീഷ്യസ് ആണ്. എർത്തുവവും എന്തെന്നെയാ? മൊണീഷ്യസ് ആണ് കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ഒന്ന് തന്നെ. മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും രണ്ടും ഒരാളിൽ തന്നെ ഉള്ളതിനെയാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത്. ലീച്ചിന്റെ സയന്റിഫിക് നെയിമാണ് ഹിറുഡിനാരിയ. എർത്ത് സയന്റിഫിക് നെയിമാണ് ഫെറിട്ടിമ. അപ്പൊ നിങ്ങൾക്ക് ഈ സയന്റിഫിക് നെയിം ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലീച്ച് എന്ന് ആലോചിച്ചു വെച്ചാൽ മതി. ലീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ട. എർത്തുവം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാഞ്ഞൽ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? മക്കൾക്ക് മനസ്സിലായോ? ഫിൽസക്കും സെനക്കും മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, ഇനി ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക് പഠിക്കാം. ഏഴാമത്തെ ഫൈലം. ഏഴാമത്തെ ഫൈലത്തിന്റെ പേരാണ് ആർത്രോപോഡ. ആർത്രോപോഡ. ഓക്കെ, ഇപ്പൊ നമ്മൾ 11 ഫൈലം പഠിക്കണില്ലേ? ഈ 11 ഫൈലത്തിലും ഏറ്റവും വലിയ ഫൈലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർത്രോപോഡയാ. 11 ഫൈലത്തിലെ ഏറ്റവും വലിയ ഫൈലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർത്രോപോഡയാ. കാരണം എന്താണെന്നറിയോ? ഈ ആർത്രോപോഡ എന്നുള്ള കാറ്റഗറിയില് ക്ലാസ് ഇൻസെക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഓക്കെ, ക്ലാസ് ഇൻസെക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഒറ്റ മിനിറ്റ് മക്കളെ. ഓക്കെ ഓക്കെ, മക്കൾക്ക് കേൾക്കാവോ? ഹലോ ഹലോ, പോയാ? ഹലോ. കേൾക്കാവോ? മക്കൾക്ക് കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ഓക്കേടാ. ഇനി അപ്പൊ ആർത്രോപോഡയാണ് ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ ഈ ലോകത്തിൽ മനുഷ്യന്മാരെക്കാട്ടിയും മൃഗങ്ങളെക്കാട്ടിയും ചെടികളെക്കാട്ടിയും കൂടുതൽ എന്താണെന്നറിയോ? ഇൻസെക്റ്റുകളാണ്, ജന്തുക്കളാണ്. ഈ ജന്തുക്കൾ ഉള്ള ഒരു വിഭാഗം, ഈ ജന്തുക്കൾ എന്ന വിഭാഗം ഉൾപ്പെട്ട ഫൈലമാണ് ആർത്രോപോഡ. ഓക്കെ, അത് കാരണം കൊണ്ടാണ് ആർത്രോപോഡയെ ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ആർത്രോപോഡ ഈസ് നോൺ ആസ് ദി ലാർജസ്റ്റ് ഫൈലം. കാരണം എന്താ? ബിക്കോസ് ഈ കാറ്റഗറിയിൽ ക്ലാസ് ഇൻസെക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നുണ്ട്. ക്ലാസ് ഇൻസെക്റ്റ. ക്ലാസ് ഇൻസെക്റ്റ ആർത്രോപോഡയിൽ ഉള്ളത് കാരണം കൊണ്ടാണ് ആർത്രോപോഡ ഈസ് നോൺ ആസ് ദി ലാർജസ്റ്റ് ഫൈലം. ഓക്കെ, ലോകത്തിൽ മൂന്നിൽ രണ്ടും എന്താണ്? ലോകത്തിലെ മൊത്തം ജീവജാലങ്ങൾ മൂന്നാക്കി തിരിച്ചു കഴിഞ്ഞാല് അതിലെ രണ്ടും എന്തന്നെയാണ്? ജന്തുക്കളാണ്. ഓക്കെ, ഈ ജന്തുക്കൾ അടങ്ങിയിട്ടുള്ള ഫൈലമാണ് ആർത്രോപോഡ. ഓക്കെ, ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്തുക്കൾക്കൊക്കെ, ജന്തു പറയുമ്പോ എന്താ? പാറ്റ, കൊതുക്, അതൊക്കെ ഇല്ലേ? അതൊക്കെയാണ് ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്ടാ. ഇതിൽ ഇവർക്ക് എന്തുണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം, അങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങൾ ഇവരുടെ ബോഡിയിലുണ്ട്. ഓക്കെ, ഇവർക്കുള്ളത് ബൈലാറ്ററൽ സിമ്മട്രി ആണ്. ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വെട്ടിന് രണ്ട് കഷ്ണാവും. ഓക്കെ, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എംബ്രിയോണിക് ലെയറിൽ എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. സെഗ്മെന്റഡ് ആണ്. ശരീരം കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പറ്റും. ചെറിയ ചെറിയ സെഗ്മെന്റുകളായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. സീലോമൈറ്റ് ആനിമൽസ് ആണ്. ഓക്കെ, പിന്നെ ഇവരുടെ ശരീരത്തിൽ കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ ഉണ്ട്. കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ട ഇത് ഒരു കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? കാണിച്ചുതരാം. ഇതിപ്പോ ഒരു പാറ്റയുടെ ബോഡിയാണ് അല്ല? ഇതൊരു പാറ്റയുടെ ബോഡിയാണ്, ഒരു ഇൻസെക്റ്റിന്റെ ബോഡിയാണ്.
അപ്പൊ ഇവരുടെ ബോഡി ശ്രദ്ധിച്ചു കഴിഞ്ഞാല് എന്താണ്, ഇവരുടെ സ്കെലട്ടൺ, ഇവരുടെ അസ്ഥി പുറത്താണ് ഇരിക്കുന്നത് അല്ലെ. അസ്ഥി പുറത്താണ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാ ജന്തുക്കളെ പിടിച്ചു കഴിഞ്ഞാലും അവരുടെ സ്കെലറ്റൽ സിസ്റ്റം, അവരുടെ അസ്ഥി ശരീരത്തിന്റെ പുറത്താണ്. കൈറ്റിൻ കൊണ്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അവർ അസ്ഥി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ ആണ്. കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ. എക്സോസ്കെലട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ എല്ല് ശരീരത്തിന്റെ അകത്തല്ലേ, ജന്തുക്കളുടെ എല്ല് ശരീരത്തിന്റെ പുറത്താണ്. അതുകൊണ്ടാണ് അവരെ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ കൂറനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ഉറപ്പില്ലേ അവരുടെ ബോഡി. കാരണം എന്താ, അവരുടെ ശരീരത്തിന്റെ അസ്ഥി ശരീരത്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാം, അവർക്ക് എക്സോസ്കെലട്ടൺ ആണുള്ളത്. എക്സോസ്കെലട്ടൺ, ശരീരത്തിന്റെ പുറത്താണ് സ്കെലട്ടൺ ഉള്ളത്. നമ്മുടെയൊക്കെ കേസിൽ നമുക്ക് എൻഡോസ്കെലട്ടൺ ആണ്. കാരണം എന്താ, നമ്മുടെ എല്ല് ശരീരത്തിന് അകത്തല്ലേ ഉള്ളത്, പുറത്ത് മസിൽസ് അല്ലേ ഉള്ളത്. അത് കാരണം കൊണ്ട് നമുക്ക് എൻഡോസ്കെലട്ടണും ആർത്രോപോഡക്ക് എക്സോസ്കെലട്ടണുമാണ്. ഓക്കെ, കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ എക്സോസ്കെലട്ടൺ, കൈറ്റിൻ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ എക്സോസ്കെലട്ടൺ ആണ് ആർത്രോപോഡക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഡൈഷ്യസ് ആണ്. ആൺകൂറകളും പെൺകൂറകളും ഉണ്ട് അല്ലെ. കൂറകളെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ആണും പെണ്ണും ഉണ്ട്. കൊതുകുകളിൽ പെൺകൊതുകുകളും ആൺകൊതുകുകളും ഉണ്ട്. അപ്പൊ അവർ ഡൈഷ്യസ് ആണെന്ന് പറയാം. ഇനി അടുത്തത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ശരീരത്തിന് അകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അതുകൊണ്ടല്ലേ അവർ മുട്ടയിടുന്നത്. അപ്പൊ ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി ഓവി പാരസ് ആണ്. ഓവി പാരസ് എന്ന് പറയുമ്പോൾ മുട്ടയിടുന്ന ജീവികളാണ്. മുട്ടയിടുന്ന ജീവികളെയാണ് ഓവി പാരസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഗ് ലേയിങ് ആനിമൽസ് എന്ന് പറയാം അല്ലെ. നമുക്ക് എന്ത് പറയാം, എഗ് ലേയിങ് ആനിമൽസ് എന്ന് പറയാം. ഓവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ലേയിങ് ആനിമൽസ്, മുട്ടയിടുന്ന ജീവികൾ. ബേർഡ്സ്, കോഴി എല്ലാരും മുട്ടയിടുക ചെയ്യുക അല്ലെ. സോ മുട്ടയിടുന്ന ജീവികളെ നമുക്ക് ഓവി പാരസ് എന്ന് പറയാം, എഗ് ലേയിങ് ആനിമൽസ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇവരുടെ ശരീരം നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹെഡ്, കണ്ടാ, തല. രണ്ടാമത്തത് തൊറാക്സ്, ഈ നെഞ്ചിന്റെ ഭാഗത്തിനെയാണ്, നെഞ്ചും കൂടെ ഇല്ലേ, അതിനെയാണ് തൊറാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ വയറും അടിഭാഗവും, അതിനെ നമ്മൾ അബ്ഡോമൻ എന്ന് പറയും. സോ ദ ബോഡി ഓഫ് എൻ ഇൻസെക്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഏതൊക്കെയാ? ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. തല, ഒടല്, പിന്നെ വാൽഭാഗം അല്ലെ. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. സോ ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഈ ആർത്രോപോഡ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആർത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ആണ്, ജോയിന്റ്. പോഡ എന്നുള്ള വാക്കിന്റെ അർത്ഥം അപ്പൻഡേജസ് ആണ്. ഇപ്പോ നമ്മൾ കൊതുകിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ശരിക്കും ഫീൽ ചെയ്യാം. അവരുടെ കാലൊക്കെ ഇങ്ങനെ ഊരിപ്പോരുന്ന പോലെ ഫീൽ ചെയ്യാം അല്ലെ. കാലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ടാകും, ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടാവും അല്ലെ. ഈ കാലും ചിറകൊക്കെ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ ശരീരത്തിന്റെ ബോഡി പാർട്സുകളൊക്കെ ഇങ്ങനെ ഒരു ബൊമ്മ പോലെ അല്ലെങ്കിൽ ഒരു ഡോള് പോലെ ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ട് അല്ലെ, ഫിക്സ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. അപ്പോ അതുകൊണ്ട് നമുക്ക് ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റഡ് അപ്പൻഡേജസ് ആണ്. ശരീരഭാഗങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച പോലെയാണ്, ജോയിന്റ് പോലെ. അപ്പൊ ഈ ആർത്രോപോഡയുടെ അർത്ഥം എന്താണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ജോയിന്റഡ് അപ്പൻഡേജസ് എന്നാണ് കേട്ടാ. ജോയിന്റഡ് അപ്പൻഡേജസ്. മക്കൾക്ക് മനസ്സിലായോ? മക്കൾക്ക് മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടടാ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ജോയിന്റഡ് അപ്പൻഡേജസ് എന്നാണ് കേട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവര് എങ്ങനെയാണോ റെസ്പിറേഷൻ നടത്തുക? ഇതൊരു ആർത്രോപോഡയാണ്. ഇതൊരു ആർത്രോപോഡയാ. ഈ ആർത്രോപോഡ എന്താന്ന് മിസ് പറഞ്ഞുതരാട്ടാ. ഇതൊരു ക്രാബാണ്. ക്രാബ് എന്താന്ന് കാണിച്ചു തരാം. ഈ റെസ്പിറേറ്ററി ഓർഗൻ, നമ്മുടെയൊക്കെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണെന്നറിയോ? നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാ മക്കളെ? നിങ്ങൾ പറ. വിച്ച് ഈസ് അവർ റെസ്പിറേറ്ററി ഓർഗൻ? സന, ഫിൽസ, നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാ? ലങ്സ്. വെരി ഗുഡ്. പക്ഷെ ഈ ഇൻസെക്റ്റുകൾക്ക് ലങ്സ് ഉണ്ടോ? ലങ്സ് ഇല്ല. പകരം അവർക്ക് എന്താ ഉള്ളത്? ഗിൽസുകൾ ഉണ്ട്, ബുക്ക് ഗിൽസുകൾ ഉണ്ട്, ബുക്ക് ലങ്സുകൾ ഉണ്ട്, ട്രക്കിയൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ മക്കള് മനസ്സിലാക്കുക,
ഈ വലിയ വലിയ ലങ്സ് ഒന്നും ആർക്കില്ല, നമ്മുടെ ഈ ജീവജാലങ്ങൾക്കില്ല. പകരം പകരം എന്താ ഉള്ളത്? ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം. ഓക്കെ, ഇതാണുള്ളത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസുകൾ ആയിട്ട് ആർക്കുള്ളത്? ആർത്രോപോഡക്ക് ഉള്ളത്. ഇനി അടുത്തത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, പക്ഷെ ബ്ലഡ് വെസൽസ് ഇല്ല. ഒഴുകാൻ ബ്ലഡ് വെസൽസ് ഇല്ല. സാധാരണ ബ്ലഡ് ഒഴുകുന്നത് ബ്ലഡ് വെസൽസിന്റെ അകത്ത് കൂടെ അല്ലേ? പക്ഷെ ഇവർക്ക് എന്തില്ല? ബ്ലഡ് വെസൽസുകളില്ല. ഇവരുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ ബ്ലഡിൽ മുങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബോഡിയിലൊന്നും അങ്ങനെയല്ല. നമുക്ക് ഹാർട്ട് ഉണ്ട്. ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ ഒഴുകുക. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഇൻസെക്റ്റുകളുടെ കേസിൽ, ഫൈലം ആർത്രോപോഡയുടെ കേസിൽ, അവരുടെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ അവരുടെ ശരീരത്തിൽ ബ്ലഡിൽ മുങ്ങിക്കിടക്കുക. ഓക്കെ, അത് കാരണം കൊണ്ട് അവർക്ക് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണെന്ന് പറയാം. ഓപ്പൺ ആണ്. ഇനി ഇവർക്ക് സെൻസറി ഓർഗൻസുകൾ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഈച്ചയുടെ കണ്ണാണ്. കണ്ടാ? ഈച്ചയുടെ കണ്ണാണിത്. ഇവർക്കില്ലേ, ഇപ്പൊ നമുക്ക് ഒരാളെ നോക്കുമ്പോ ഒരു ഇമേജ് ആയിട്ടില്ലേ തോന്നുക? ഇപ്പൊ ഞാൻ സെനനെ നോക്കുമ്പോ എനിക്ക് ഒരു സെനയായിട്ടാ തോന്നുന്നത് അല്ലേ? പക്ഷെ നമ്മുടെ ഒരു ഈച്ചക്ക് നമ്മളെ കാണുന്നത് ഒരു 1000 രൂപ ആയിട്ടാണ്. ഓക്കെ, ഇവരുടെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുപാട് കണ്ണുകളുണ്ട് ഇവർക്ക്. കോമ്പൗണ്ട് ഐസ് ആണുള്ളത് അല്ലെ? കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ കണ്ണുകൾ ഉണ്ട് ഇവർക്ക്. അതൊക്കെ കണ്ണുകളാണ്. അപ്പൊ ഇവർക്ക് ഒരാളെ ഒരുപാടായിട്ട് കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ഇമേജുകളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ കണ്ണുകളും ആ കണ്ണുകളിൽ ഒരുപാട് ഇമേജുകളും ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഈച്ചകൾക്കുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്കൊരു ആന്റിനയുണ്ട്. ആന്റിന. ഓക്കെ, ആന്റിന. കണ്ട, ഇവിടെ ഒരു ആന്റിന ഉണ്ട്, 2 ആന്റിനകളുണ്ട്. അപ്പോ ഈ ആന്റിന വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ എൻവിയോൺമെന്റ് സെൻസ് ചെയ്യുന്നത്. എന്താണ്? ഈ ചുറ്റും ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അവരെ പിടിക്കാൻ വരുന്നുണ്ടോ? നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ഈച്ചനെ പിടിക്കാൻ കിട്ടിയിട്ടുണ്ടാവും. നല്ല പാടാ ഇവരെ പിടിക്കാൻ. കാരണം എന്താ? ഇവർക്ക് നല്ല ആന്റിന ഉണ്ട്. എൻവിയോൺമെന്റ് സെൻസ് ചെയ്യാൻ പറ്റുന്ന, വൈബ്രേഷൻസിനൊക്കെ പിടിച്ചു പറ്റാൻ പറ്റുന്ന ആന്റിനകൾ ഉണ്ട്. എന്റെ കണ്ണോ 1000 ഇമേജുകളാണ് അവരുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ എളുപ്പമല്ല ഒരു ഈച്ചനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്ടാ. അപ്പൊ ബാലൻസ് ഓർഗൻസ് ഉണ്ട് ഇവർക്ക്. ഒരു ഈച്ചനെ സൂം ചെയ്തതാണ്. ഇവരുടെ ശരീരം ബാലൻസ് ചെയ്യാന് ഇവരെ സഹായിക്കുന്ന ഒരു ഓർഗൻ ഉണ്ട്. അതിന്റെ പേരാണ് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയും ട്ടാ. സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയാം. The balancing organs of arthropoda is known as statocyst. The sensory organs of arthropoda is known as antenna and eyes. Eyes can be both compound and simple. ചില ജീവജാലങ്ങൾക്ക് സിമ്പിൾ ആവും, ഒറ്റ ഇമേജ് ആവും ഫോം ചെയ്യുക. പക്ഷെ കോമ്പൗണ്ട് ഐസുകൾ ഉള്ളതാണ് നമ്മുടെ ഈച്ചകളൊക്കെ. ഓക്കെ, ഇനി എക്സ്ക്രീഷൻ. ഇവർക്ക് എന്തില്ല? കിഡ്നി ഒന്നുമില്ല. പകരം എന്താണ്? മാൽഫീജിയൻ ട്യൂബ്യൂൾസ് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണുള്ളത്. ഈ മാൽഫീജിയൻ ട്യൂബ്യൂൾസുകളാണ് അവരുടെ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, സോ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസുകളാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഇൻസെക്റ്റുകളെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? നിങ്ങൾ പറ. എന്തിനാ കുറെ ഇൻസെക്ട് ഈ ലോകത്തില്? ഈ ഇൻസെക്റ്റുകൾ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പറ. ചെയ്യുന്നുണ്ട് ട്ടാ. ഒരുപാട് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ ഉണ്ട്. ഇയാൾ ആരാ? നിങ്ങൾ പറ. ഈ ഈ ഈ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ആരാണ് ആള്? മക്കളെ പറയടാ. ഈച്ച. എന്ത് ഈച്ചയാണത്? തേനീച്ചയല്ലേ? തേനീച്ചയല്ലേ ഇത്? ആ ഇതാണ് നമ്മുടെ ഹണി ബി എന്നറിയപ്പെടുന്നത്. ഹണി ബി നമുക്ക് എന്താ തരിക? തേൻ തരൂ. ഏ
ഹണീബി നമുക്ക് ഹണി തരില്ലേ? ഓക്കെ, അപ്പൊ അത് നമുക്ക് നമ്മുടെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട് അല്ലേ? നമുക്കൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജീവിയല്ലേ ഹണീബി എന്ന് പറയുന്നത്? നമുക്ക് ഹണി തരുന്നില്ലേ? ഹണി Yes. ബീയുടെ സയന്റിഫിക് നെയിമാണ് ആപ്പിസ്. ആപ്പിസ് എന്ന് പറയും കേട്ടോ. ഹണി ബിയുടെ ശാസ്ത്രീയ നാമമാണ് ആപ്പിസ്. മക്കള് മനസ്സിലാക്കുക, ആപ്പിസ് അല്ലെങ്കിൽ ഹണി ബി നമുക്ക് ഹണി തരും. ഇതാരാ? ഇതാരാ മക്കളെ? പട്ടുനൂൽപ്പുഴു. ആ, വെരി ഗുഡ്. പട്ടുനൂൽപ്പുഴു എന്ന് കേട്ടിട്ടുണ്ടാ? സിൽക്ക് വേം എന്ന് പറയും, സിൽക്ക് വേം. ഇവരെന്താ നമുക്ക് തരിക? സിൽക്ക് തരും അല്ലെ? അപ്പൊ പട്ട് കൃഷിയൊക്കെ നടത്തൂല്ലേ നമ്മള്? നമുക്ക് പട്ട് സാരി ഒക്കെ ഉണ്ടാക്കുന്നത് എവിടുന്നാ? ഈ പട്ടുനൂൽപ്പുഴുവിന്റെ ഒരു സെക്രീഷൻ ആണ് എന്ത്? ഈ സിൽക്ക് എന്ന് പറയുന്നത്. ഈ സിൽക്ക് വേമിന്റെ സയന്റിഫിക് നെയിമാണ് ബോംബിക്സ്. ബോംബിക്സ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സിൽക്ക് വേം എന്ന് ആലോചിച്ചാൽ മതി. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസെക്റ്റുകളുടെ പേര് പറയാൻ. അപ്പൊ നിങ്ങൾക്കൊന്ന് പറയാം. ഒന്ന് ഹണി ബി, ഒന്ന് സിൽക്ക് വേം. ഇനി ഇങ്ങനത്തെ ഒരു ഇൻസെക്ട് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂറ മാതിരി ഉണ്ട് അല്ലേ? ഇതിനെ നമ്മൾ ലാക്ക് ഇൻസെക്ട് എന്ന് പറയും. ഇപ്പോ ഒരു വലിയൊരു പാഴ്സല് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇവർ സീൽ ചെയ്യും. ഒരു ചുവന്ന ലിക്വിഡ് വെച്ചിട്ട് ഇവർ സീൽ ചെയ്യും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാ? ആ, അതിന് എരിക്ക് എന്ന് പറയും. എരിക്ക് എന്നല്ല, ലാക്ക് എന്ന് പറയും. ലാക്ക് എന്ന് പറയും. ആ ലാക്ക് തരുന്ന ഒരു ഇൻസെക്ട് ആണ് ലാക്സിഫർ അല്ലെങ്കിൽ ലാക്ക് ഇൻസെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ശരീരത്തിൽ നിന്നാണ് ആ സീൽ ചെയ്യുന്ന സാധനം ഉണ്ടാക്കുന്നത്, ലാക്ക് ഇൻസെക്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളാണ്. ഇവരൊക്കെ നമുക്ക് വേണം. ഇവരൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസെക്ട്സുകളാണ്. ഇനി ചില വെക്ടറുകൾ ഉണ്ട്. വെക്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? രോഗമുണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളുകൾ. ഫോർ എക്സാമ്പിൾ, ഇതൊരു കൊതുവാണ് അല്ലേ? ഈ കൊതുകിന്റെ പേരാണ് അനോഫിലസ് മോസ്കിറ്റോ. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഈ പെൺകൊതുകുകൾ, അനോഫിലസ് മോസ്കിറ്റോകള് ഈ മലേറിയ ഉള്ള ആളെ പോയിട്ട് കുത്തും. എന്നിട്ട് മലേറിയ ഇല്ലാത്ത ആളെ പോയിട്ട് ഈ അനോഫിലസ് മോസ്കിറ്റോ കുത്തിക്കഴിഞ്ഞാല് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ശരീരത്തിലുള്ള അണുക്കളുകൾ മുഴുവൻ ആരുടെ ബോഡിയിലോട്ട് വരും? ഈ അസുഖം ഇല്ലാത്ത ആളുടെ ബോഡിയിലോട്ട് വന്നിട്ട് അയാൾക്ക് മലമ്പനി വരും. ഇപ്പൊ മലമ്പനി വരുത്തുന്ന ഒരു കൊതുകാണ് അനോഫിലസ് മോസ്കിറ്റോ. ഇത് മറ്റൊരു മോസ്കിറ്റോയാണ്. ഇതിന്റെ പേര് ക്യൂലെക്സ് മോസ്കിറ്റോ എന്ന. ക്യൂലെക്സ് മോസ്കിറ്റോ പടർത്തുന്ന രോഗമാണ് ഫൈലാരിയാസിസ് അല്ലെങ്കിൽ മന്ത് രോഗം എന്ന് പറയും. മന്ത്, കാലൊക്കെ ഭയങ്കര തടിച്ചു വീർത്തൊരു രോഗത്തെ കുറിച്ച് നമുക്കറിയാം. ഈ ക്യൂലെക്സ് മോസ്കിറ്റോകളാണ് ഇത് പരത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, വെറുതെ ഈ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ രോഗം വരില്ല. ഈ കൊതുകിന്റെ ശരീരത്തിൽ ആ പ്രത്യേക രോഗത്തിനുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ രോഗത്തെ കൊണ്ടുവരുന്ന വെക്ടേഴ്സുകളാണ് നമ്മുടെ ക്യൂലെക്സും എനോഫിലസും. ഇനി അടുത്ത ഒരാളാണ് നമ്മുടെ എയ്ഡിസ് മോസ്കിറ്റോ. എയ്ഡിസ് മോസ്കിറ്റോ കണ്ട, കറുപ്പും വെള്ളയും കുത്തായിട്ടുള്ള എയ്ഡിസ് മോസ്കിറ്റോ. ഈ മോസ്കിറ്റോ പടർത്തുന്ന രോഗമാണ് ഡെങ്കി അല്ലെങ്കിൽ ചിക്കുൻ ഗുനിയ എന്ന് പറയും. അല്ല, ഡെങ്കിപ്പനി വേറെ, ചിക്കൻ ഗുനിയ വേറെ. രണ്ടും വൈറൽ ഡിസീസാ. ഈ രണ്ട് വൈറസിനെ കൊണ്ടുവരുന്നത് ഒരേ ഒരു കൊതുക. അതിന്റെ പേരാണ് എയ്ഡിസ്. ഓക്കെ, എയ്ഡിസ് കൊതുകുകൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ആർത്രോപോഡയിൽ വരുന്ന ആളുകളാണ്. അപ്പൊ വെക്ടേഴ്സുകളായിട്ടുള്ള ആർത്രോപോഡകൾ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടാ? പുൽച്ചാടിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതിനെ അറിയപ്പെടുന്നത് ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന്. ഇപ്പൊ പുല്ലിനൊക്കെ തിന്ന് നശിപ്പിക്കും. ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് പറയുമ്പോൾ കീടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കീടമാണ് ആര്? നമ്മുടെ ഈ ലോക്കസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലോക്കസ്റ്റ് എന്നാണ്. ഗ്രിഗേറിയസ് പെസ്റ്റ് ആണ് അല്ലെ? ഇപ്പൊ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയൊക്കെ വെട്ടം നശിപ്പിച്ചു കളയുക നമ്മുടെ ഈ ലോക്കസ്റ്റ്. ഇവരെല്ലാ പുല്ലിനും ചെടീനും തിന്ന് നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ ലോക്കസ്റ്റ്. ഇനി ഇയാളെ കണ്ടിട്ടുണ്ടാ? ഇയാളെ നമ്മൾ പറയുന്നത് ലിമുലസ് എന്ന. ലിമുലസ് കണ്ടു കഴിഞ്ഞാൽ എന്താ? ഒരു ഫോസില് പോലെ ഉണ്ട് അല്ലെ? ജീവൻ ഉണ്ട് എന്ന് പറയേയില്ല, ഒരു ഫോസില് പോലെ ഉണ്ട്. പക്ഷെ മക്കള് മനസ്സിലാക്കുക, ഇതൊരു
ഇതൊരു ക്രാബാണ്, ഒരു ഞണ്ടാണ്. ഇപ്പൊ ഞണ്ടുകൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ അത് ജീവൻ ഇല്ല തോന്നും അല്ലേ? പെട്ടെന്ന് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും മൂവ് ചെയ്യാൻ തുടങ്ങാം. സോ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന ക്രാബുകളിൽ വെച്ചിട്ട് രാജാവ് എന്നറിയപ്പെടുന്ന ലിമുലസ് ആണ് ലിവിങ് ഫോസിൽ. കിങ് ക്രാബ് എന്നറിയപ്പെടും. കിങ് ക്രാബ്, ലിമുലസ്. ഇതും തന്നെയാണ്, ആർത്രോപോഡയാണ്. അപ്പോ മക്കള് മനസ്സിലാക്കുക, ക്രാബുകളും പുൽച്ചാടികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫൈലമാണ് ആർത്രോപോഡ. കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറെ ഉദാഹരണങ്ങളുണ്ട്. ആരൊക്കെയാ? നമ്മുടെ ബട്ടർഫ്ലൈ ഏതാണ്? ആർത്രോപോഡയാ. പ്രോൺസ് ആർത്രോപോഡയാ. ഓക്കെ, ഇതൊക്കെ ആർത്രോപോഡയാണ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, മാൽഫീജിയൻ ട്യൂബ്യൂൾ ഈസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് വിച്ച് ഫൈലം? മാൽഫീജിയൻ ട്യൂബ്യൂൾ ആരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്? മക്കള് പറ, ആരാണ്? ഇപ്പൊ നമ്മൾ ആരെ കുറിച്ചിട്ടാ പഠിച്ചത്? ആർത്രോപോഡ. ആർത്രോപോഡ. വെരി ഗുഡ്. ഓക്കെ, മാൽഫീജിയൻ ട്യൂബ്യൂൾ ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. വെരി ഗുഡ്. ഓക്കെ, ഇനി ഇതവിടെ കിടക്കട്ടെ, അത് നമ്മുടെതല്ല. ഇനി അപ്പോ ആർത്രോപോഡ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഓക്കെ, ഇനി അടുത്ത ഫൈലത്തിലോട്ട് പോകാം. ഓക്കെ, ഒരു ഫൈലം കൂടി പഠിക്കാം കേട്ടാ. ഡെയിലി നമുക്ക് ഈ 2 ഫൈലം വെച്ച് പഠിച്ചിട്ട് പോകാം, കുഴപ്പമില്ല. മെല്ലെ പഠിച്ചാൽ മതി. ആനിമൽ കിങ്ഡം അത്യാവശ്യം ഉണ്ട് കേട്ടാ. അപ്പൊ മെല്ലെ പഠിച്ചാലേ അത് കേറുള്ളൂ. 2 ഫൈലം വെച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. മിസ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ലെക്ചേഴ്സ് അയച്ചു തരാം. ജസ്റ്റ് ക്ലാസ് വീണ്ടും കേട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ഇപ്രാവശ്യം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം കേട്ടാ. ഓക്കെ, ഇനി അടുത്ത ഫൈലം, 8ാമത്തെ ഫൈലമാണ് മുള്ളുസ്ക. മുള്ളുസ്ക. അപ്പൊ ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത് ആർത്രോപോഡയാണെങ്കിൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത് മുള്ളുസ്കയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഷെല്ലുള്ള ജീവികൾ ഉള്ളതാണ് മുള്ളുസ്ക. ഇവർ കരയിലും കാണും, വെള്ളത്തിലും കാണും. കടൽ വെള്ളത്തിലും കാണും, ഫ്രഷ് വാട്ടറിലും കാണും. കായലിലും നദികളിലും അതേപോലെ കടലിലും ഒക്കെ ഒരുപോലെ കാണപ്പെടുന്ന ഒരു ജീവജാലമാണ് മുള്ളുസ്ക. ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണുള്ളത്. ഓക്കെ, ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ സർക്കുലേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട്. പിന്നെ ഇവരുടെ സിമ്മട്രി ഏതാണ്? നിങ്ങൾ പറ, ഇത് ഏത് സിമ്മട്രിയാ? ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമ്മട്രി. വെരി ഗുഡ്. ഓക്കെ, കണ്ട, ഒരു വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ 2 കഷ്ണങ്ങളാക്കി മാറ്റാം അല്ലെ? ഇതിനെയാണ് ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരിക്കലും റേഡിയൽ സിമ്മട്രി ആവില്ല. ഇത് ബൈലാറ്ററൽ സിമ്മട്രിയാണ്. നിങ്ങൾ എരുന്തൊക്കെ കഴിച്ചിട്ടില്ലേ? എരുന്ത്. ആ, എരുന്ത്, കക്ക എന്നൊക്കെ നമ്മൾ പറയൂല്ലേ? അതാണ് ഈ സംഭവം. അതൊക്കെ അടങ്ങിയിട്ടുള്ള ഫൈലമാണ് മുള്ളുസ്ക. ഓക്കെ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണേ. ട്രിപ്ലോബ്ലാസ്റ്റിക്. സീലോമേറ്റ് ആണ്. ഇനി പങ്കണ്ട എല്ലാവരും സീലോമേറ്റും ട്രിപ്ലോബ്ലാസ്റ്റിക്കും കേട്ടാ. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒച്ചിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങള് ഒച്ചിനെ കണ്ടിട്ടുണ്ടോ? ഈ ഒച്ചിന്റെ മുകളിൽ ഒരു ഷെല്ലുണ്ട് അല്ലേ? കാൽഷ്യം കാർബണേറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ഷെല്ല് ആരുടെ ബോഡിയിലുണ്ട്? നമ്മുടെ ഒച്ചിന്റെ ശരീരത്തിലുണ്ട്. അപ്പൊ ഒച്ചും മുള്ളുസ്കയിൽ പെട്ട ഒരാളാണ്. കാരണം ഒച്ചിന്റെ ബോഡിയിൽ എന്തുണ്ട്? ഷെല്ലുണ്ട്. അപ്പോ ദ ബോഡി ഈസ് കവേർഡ് ബൈ എ കൽക്കാരിയസ് ഷെൽ. കൽക്കാരിയസ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ഷെല്ല് ഒച്ചിന്റെ ശരീരത്തിലുണ്ട്. പിന്നെ ഇവരുടെ ശരീരം സെഗ്മെന്റഡ് അല്ല, അൺസെഗ്മെന്റഡ് ആണ് അല്ലെ? സെഗ്മെന്റ്സ് ഇല്ലല്ലോ. എർത്ത് വേമിനെ പോലെ സെഗ്മെന്റ്സ് ഒച്ചിനുണ്ടാ? കൊച്ചിനുണ്ടാ? ഇല്ല. കൊച്ചിന് നമ്മൾ സ്നെയിൽ എന്നാ പറയാ കേട്ടാ. സ്നെയിൽ എന്നാ പറയാ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവരുടെ ശരീരത്തെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 ഭാഗങ്ങൾ. ഒരു ഒച്ച് അല്ലെങ്കിൽ ഫൈലം മുള്ളുസ്കയുടെ ശരീരം നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് തല, ഹെഡ്. പിന്നെ മസ്കുലാർ ഫൂട്ട്. മസ്കുലാർ ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഫൂട്ട്. പിന്നെ ഒരു ഹമ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ഹമ്പ്, നമ്മുടെ ക്യാമലിനൊക്കെ ഉള്ള പോലത്തെ ഒരു ഹമ്പ് ഉണ്ട് അല്ലെ? ഒട്ടകത്തിനൊക്കെ ഉള്ള പോലത്തെ ഒരു ഹമ്പ്. അതിന് നമ്മൾ വിസറൽ ഹമ്പ് എന്ന് പറയും. അപ്പോ
നമ്മുടെ മൊള്ളുസ്കയുടെ ശരീരം, ആർത്രോപോഡയുടെ ശരീരം നമ്മൾ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് ഡിവൈഡ് ചെയ്തില്ലേ? അതേപോലെ നമുക്ക് നമ്മുടെ മൊള്ളുസ്കയുടെ ശരീരം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹമ്പ്. ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹമ്പ്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇവരുടെ ഹമ്പ് ഇല്ലേ, ഇവരുടെ ഹമ്പ്, ഈ ഹമ്പിന്റെ അതേപോലെ ഈ ഏറ്റവും പുറത്തൊരു സ്ട്രക്ചർ ഉണ്ട്. ഹമ്പിന്റെ ഇതാണ് ഹമ്പ് ട്ടാ. ഈ ഹമ്പിന്റെ പുറത്ത് മറ്റൊരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരാണ് മാൻഡിൽ. ഓക്കെ. അപ്പൊ ഈ ഹമ്പിന്റെയും മാൻഡിലിന്റെയും നടുക്കെ ഒരു ഫെദർ പോലത്തെ, തൂവല് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. തൂവല് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഹമ്പിന്റെയും മാൻഡിലിന്റെ ഇടയിൽ തൂവല് പോലത്തെ കുറെ സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഗിൽസ് എന്നറിയപ്പെടുന്നത്. ഈ ഗിൽസ് ആണ് ഇവർക്ക് റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവർക്ക് ലങ്സ് ഒന്നുമില്ല, ചെറിയ ജീവികളല്ലേ, ഇവർക്ക് ലങ്സ് ഒന്നുമില്ല. ഇവരുടെ ലങ്സിന്റെ പകരം ഇവർക്ക് ഗിൽസുകളാണുള്ളത്. ഗിൽസ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അത്ര പഠിച്ചാൽ മതി. നിങ്ങൾ ഭയങ്കര ഡെപ്തിലൊന്നും മനസ്സിലാക്കണ്ട. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇവർക്ക് ലങ്സ് ഇല്ല, പകരം ഇവർക്ക് ഗിൽസുകളാണുള്ളത്. ഗിൽസുകളാണ് റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നോക്ക്, ദേ ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ്. കറക്റ്റ്. നോക്കിയേ, ഗിൽസുകൾ റെസ്പിറേഷന് മാത്രമല്ല, എക്സ്ക്രീഷനും സഹായിക്കുന്നത് ആരെന്നെയാണ്? ഗിൽസുകൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ രണ്ട് ഫങ്ഷൻസ് ഉണ്ട് ഇവിടെ ഗിൽസിന്. റെസ്പിറേറ്ററി ഫങ്ഷൻസ് ഉണ്ട്, എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒച്ചിന് രണ്ട് കൊമ്പുകളുണ്ട്. നല്ല സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൊമ്പുകളുണ്ട്. അതാണ് ഇവരുടെ സെൻസറി ടെന്റക്കിൾസ്. നോക്കിയേ, അവർ എത്ര മെല്ലെയാണല്ലേ മൂവ് ചെയ്യണത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സെൻസറി ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് എൻവിയോൺമെന്റിനെ സെൻസ് ചെയ്തിട്ടാണ് അവർ പോണത്. ഓക്കെ. അപ്പോ നമ്മളൊക്കെ വേഗം ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്, നമുക്ക് കണ്ണും മൂക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ കേസ് അങ്ങനെയല്ല. ഈ ആന്റിനെ യൂസ് ചെയ്തിട്ട്, ഇതിനെന്താ പറയുക, സെൻസറി ടെന്റക്കിൾസ്. ഈ സെൻസറി ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. പിന്നെ ഇല്ലേ, ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർക്ക് ഒരു പല്ലുണ്ട്, ഒരുപാട് പല്ലുകളുണ്ട് ഇവർക്ക്. ആയിരക്കണക്കിന് പല്ലുകളുണ്ട് ഇവർക്ക്. നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള പല്ലുകളുണ്ട്. ആ പല്ലിനെ വിളിക്കുന്ന പേരാണ് റാഡുല. റാഡുല എന്നാ പറയുക. എ മൗത്ത് ലൈക്ക് ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ്. ഇവർ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ പല്ല് യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ പേരാണ് റാഡുല. അപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ മുള്ളുസ്കയുടെ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഫീഡിങ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവര് യൂസ് ചെയ്യുന്ന ഓർഗന്റെ പേരെന്ത്? റാഡുല എന്നാണ് കേട്ടോ. ഓർത്ത് വെച്ചോ, റാഡുല, റാഡുല. ഓക്കെ. സോ മൗത്ത് കണ്ടെയ്ൻ എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. നിങ്ങൾക്ക് ഭക്ഷണം പിടിച്ചു കഴിക്കാനും കടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് റാഡുല, റാഡുല. ഓക്കെ, ഓർത്ത് വെച്ചോട്ടാ. ഇനി അവർ ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആണും പെണ്ണും ഉണ്ട്. ഓക്കെ. നിങ്ങൾ ചെടിയുടെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ മുട്ടകൾ കാണാം. ഇതൊക്കെ നമ്മുടെ ഒച്ചിന്റെ മുട്ടകളാണ് കേട്ടാ. ഇവര് ഓവി പാരസ് ആണ്. ഓവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മുട്ടയിടുന്ന ജീവികളാണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാല് വലുതാകുമ്പോൾ ഒച്ചാവും ഒരിക്കലും പറയില്ല. എൻറ്റിയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസാ. അത് കാരണം കൊണ്ട് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണെന്ന് പറയാം. ഇനി ഇതിലെ കുറച്ച് ഉദാഹരണങ്ങളും കൂടി പഠിച്ചിട്ട് നമുക്ക് ഫൈലം മുള്ളുസ്ക് അവസാനിപ്പിക്കാം. ഓക്കെ. ഫസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ ആപ്പിൾ സ്നെയിൽ. ആപ്പിൾ സ്നെയിൽ പൈല എന്ന് പറയും. പാടത്തൊക്കെ പോയവർക്ക് കാണാൻ പറ്റും. ഞൗഞ്ഞിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞൗഞ്ഞി. ഈ ഞൗഞ്ഞിയാണ് ആര്? ഈ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആപ്പിളിന്റെ ആകൃതിയിൽ ഉണ്ടാവും അല്ലെ? അതിനെ നമ്മൾ പൈല എന്ന് പറയും. ഉം. അപ്പൊ ഇതും ഒരു ഒച്ച തന്നെയാണ്, പക്ഷെ ഇതിന് ഞൗഞ്ഞി എന്നാ പറയാ, ഞൗഞ്ഞി. ഓക്കെ. ഇനി ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മുത്തുച്ചിപ്പി എന്ന് പറയും. പേൾ ഓയിസ്റ്റർ എന്ന് പറയും. ഓക്കെ. സയന്റിഫിക് നെയിം വേണമെങ്കിൽ പഠിച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പേൾ ഓയിസ്റ്റർ എന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, മുത്തുച്ചിപ്പി. ഈ മുത്തുച്ചിപ്പിയുടെ ഫൈലമാണ് മുള്ളസ്ക. കണ്ട, ഷെല്ലുള്ള ജീവിയല്ലേ? ഈ ഷെല്ലിന്റെ അകത്താണ് മുത്തുണ്ടാവുന്നത് അല്ലേ? ഇതൊരു ജീവിയാ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതാരാണ്? ഇത് കൂന്തള് പോലത്തെ ഒരു സാധനം അല്ലെ? കൂന്തളല്ല, പക്ഷെ കൂന്തള് പോലത്തെ കട്ടിൽ ഫിഷ് എന്ന് പറയും.
കട്ടിൽ ഫിഷ്. കൂന്തളുടെ ഫാമിലിത്തെ ഒരു ആളാണ് ആര്? ഈ കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇതാണ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന, നമ്മള് കടലിൽ നിന്നൊക്കെ നമ്മൾ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഈ കൂന്തളില്ലേ, ഇതാണ് സ്ക്വിഡ്. ഓക്കെ, ഇതാരാ മക്കളെ? ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാ? ഓർ നീരാളിയല്ലേ? ആ നീരാളിക്ക് എന്താ പറയാ? ഓർ ഒക്ടോപ്പസ്. വെരി ഗുഡ്, ഒക്ടോപ്പസ്. ഓക്കെ, ഒക്ടോപ്പസിന്റെ കോമൺ നെയിം എന്താന്ന്? ഒക്ടോപ്പസ് സയന്റിഫിക് നെയിമാണ്. ഒക്ടോപ്പസിന്റെ കോമൺ നെയിം ഡെവിൽ ഫിഷ് എന്നാ പറയാ. ഓക്കെ, ഡെവിൽ ഫിഷ് ആണ്. എത്ര പോരം ടെന്റക്കിൾസ് ഉണ്ടറിയോ ഇവർക്ക് ഈസി ആയിട്ട് ഇരനെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഡെവിൽ ഫിഷ്, സാത്താൻ ഫിഷ് എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതില്ലേ, ഈ സാധനം, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു മുയൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടാ? അപ്പോ കടൽ മുയല് എന്നറിയപ്പെടുന്ന ജീവിയാണ് സീ ഹെയർ. സീ ഹെയർ എന്ന് പറഞ്ഞാൽ കടൽ മുയല് ട്ടാ. ഒരു മുയൽ ഇരിക്കണ പോലെ അല്ലേ സീ ഹെയർ? അപ്ലൈസിയ എന്ന് പറയും സയന്റിഫിക് നെയിം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആനയുടെ കൊമ്പ് പോലെ ഉണ്ട് അല്ലേ? ശരിക്കും ഇതൊരു ജീവിയാ. കടലിൽ കാണപ്പെടുന്ന ഷെല്ലുള്ള ഒരു മൊള്ളുസ്കിയാണ് ഇത്. ഇതിന്റെ പേര് ഡെന്റാലിയം അല്ലെങ്കിൽ ടസ്ക് ഷെൽ എന്ന് പറയും. ടസ്ക് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കൊമ്പ്. ഓക്കെ, ഇനി അടുത്തത്, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ? ഒരു ജീവിയാന്ന് പറയില്ല അല്ലേ, ഷെല്ലുള്ള ഒരു ഓർഗാനിസം. ഇതിന്റെ പേരാണ് കൈറ്റൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മുള്ളുസ്കയിൽ പഠിച്ചത്. ഇത്രയും ഉദാഹരണങ്ങൾ. ഞാൻ എല്ലാം പഠിക്കണം എന്ന് പറയില്ല. മുള്ളുസ്കയുടെ 2 ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? ഒന്ന് ഒക്ടോപ്പസ് എന്ന് പറയാം പെട്ടെന്ന് അല്ലേ? പിന്നെ ഒന്ന് സ്നെയിൽ എന്ന് പറഞ്ഞൂടെ? സ്നെയിൽ ഓർത്ത് വെച്ചൂടെ? ആ, നല്ല എളുപ്പമാണ് അല്ലേ? പേൾ ഓയിസ്റ്റർ ഓർത്ത് വെച്ചൂടെ? ആ, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടാ. അത്രേ ഉള്ളൂ, അത്ര പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ പഠിക്കുക, ഇവരുടെ ഫീഡിങ് ഓർഗന്റെ പേരെന്താ? റാഡുല. എന്താണ്? റാഡുല. അത് പഠിച്ചു വെക്കുക. പിന്നെന്താ പഠിക്കേണ്ടതെന്ന് അറിയോ? ഇവർക്ക് ഹെഡ് ഉണ്ട്, മസ്കുലാർ ഫൂട്ട് ഉണ്ട്, വിസറൽ ഹമ്പ് ഉണ്ട്. അതും ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? അതും പഠിച്ചു വെക്കാം നമുക്ക്. പിന്നെ നമുക്ക് പഠിച്ചു വെക്കാം എന്താണ്? ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. അത് പഠിച്ചു വെച്ചൂടെ? ഷെല്ലുള്ള ജീവികളാണ്. പഠിച്ചു വെച്ചൂടെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ പഠിക്കുക. അപ്പൊ ഡെയിലി നമ്മൾ കുറേശ്ശെ എടുക്കും. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും ട്ടാ. ഓക്കെ ആണോ മക്കളെ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ലില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലാസ് അയച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോട്ടാ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കേടാ. ഓക്കെ, ശരി ട്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്.